15th one, the first paragraph informs the reader that. എന്ത് ഇൻഫോം ചെയ്യുന്നതാണ് ഫസ്റ്റ് പാരഗ്രാഫ്? ആൽഫയാണ് ആൻസർ. കിട്ടിയായിരുന്നു എല്ലാവർക്കും? ഈസി ആയിരുന്നു അല്ലേ നമുക്ക്? But when the result of the test are leaked last week, Amgen, a Californian technology company, അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്തു? ആ ടെസ്റ്റിന്റെ റിസൾട്ട് ലീക്ക് ആയി. Which own exclusive right to develop product based on the protein. അപ്പൊ ഈ ഒരു അംജൻ എന്ന് പറയുന്ന കമ്പനിക്കാണ് അതിന്റെ പ്രോഡക്ട്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത്. ലോവർ മെറ്റാബോളിക് റേറ്റ്, അതായത് ട്രീറ്റ്മെന്റിന് മുന്നേ ഇവർക്ക് എന്തായിരുന്നു? ലോവർ മെറ്റാബോളിക് റേറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ട്രീറ്റ്മെന്റിന് ശേഷമല്ല അല്ലെ? ടോപ്പിക് വന്നേക്കുന്നത് മിറാക്കിൾ ജാബ് മേക്സ് ഫാറ്റ് മൈസ് തിൻ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 15th one, the first paragraph informs the reader that. എന്ത് ഇൻഫോം ചെയ്യുന്നതാണ് ഫസ്റ്റ് പാരഗ്രാഫ്? ആൽഫയാണ് ആൻസർ. കിട്ടിയായിരുന്നു എല്ലാവർക്കും? ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ആഫ്റ്റർ എ 4-week കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് വിത്ത് എ പ്രോട്ടീൻ കോൾഡ് ഓബ്. അപ്പൊ ഈ ഓബ് എന്ന് പറയുന്ന പ്രോട്ടീൻ വെച്ചുള്ള ഒരു 4-week കോഴ്സ് ട്രീറ്റ്മെന്റിന് ശേഷം ദ ഫാറ്റ് സിംപ്ലി ഫോൾ ഓഫ്, ലിവിങ് വാസ്റ്റ്ലി ഓവർവെയ്റ്റ് മൈസ് സ്ലിം. അതായത് ഓവർവെയ്റ്റ് ആയ മൈസിനെ എന്ത് ചെയ്തു? സ്ലിം ആക്കി. ഇത് ആക്റ്റീവ് ആയിരുന്നു, സെൻസിബിൾ ഈറ്റർ ആയിരുന്നു. അതായത് 4-week ട്രീറ്റ്മെന്റിന് ശേഷം, OB പ്രോട്ടീൻ വെച്ചുള്ള ട്രീറ്റ്മെന്റിന് ശേഷം മൈസ് എന്തായി? തിന്നായി. If the protein has the same effect on people, ഈ ഒരു പ്രോട്ടീൻ പീപ്പിളിലും സെയിം ഇഫക്റ്റ് ഉണ്ടാക്കിയാൽ, it could be the miracle cure million have been waiting for the at least in is the theory. അപ്പോ ഇതൊരു മിറാക്കിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. മില്യൻസ് ഇത് വെയിറ്റിംഗ് for that at least. But skeptics warn that too little is known about the way the human version of the O protein works. അപ്പോ സ്കെപ്റ്റിക്സ് വാൺ ചെയ്യുന്നുണ്ട്, OB പ്രോട്ടീനെ പറ്റി. OB പ്രോട്ടീൻ ഹ്യൂമൻ വേർഷന്റെ വർക്ക് ചെയ്യുന്ന ഒരു വേയെ പറ്റി കുറച്ച് മാത്രമേ അറിയത്തുള്ളൂ. ടു ബി ഷുവർ ദാറ്റ് എക്സ്ട്രാ ഡോസസ് വിൽ ഹെൽപ്പ് പീപ്പിൾ ലൂസിങ് വെയിറ്റ്. അതായത് ആ എക്സ്ട്രാ ഡോസസ് പീപ്പിളിനെ വെയിറ്റ് ലൂസ് ചെയ്യുന്നതിനെ പറ്റി കുറച്ച് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കെപ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? വാൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്ഷൻ A, protein treatment for mice cannot be adapted for in human use. അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല. കാര്യം സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട്, ഈ സെയിം ഇഫക്റ്റ് ആണ് ഹ്യൂമൻസിനും കിട്ടുന്നതെങ്കിൽ എന്താണ്? ഇതൊരു മിറാക്കിൾ ആയിരിക്കും. പിന്നെ സ്കെപ്റ്റിക്സ് വാൺ ചെയ്യുന്നത് എന്താണ്? ഇതിനെപ്പറ്റി കറക്റ്റ് ആയിട്ടുള്ള അറിവ് അവർക്കില്ല. സോ അതുകൊണ്ട് വാൺ ചെയ്യുന്നു എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ cannot be adapted for human എന്ന് പറയുന്നില്ല അല്ലെ? Then C, scientists agree that a new protein treatment will make the people lose weight. അവർ എഗ്രി ചെയ്യുന്നില്ല. സെക്കൻഡ് ലൈനിൽ പറയുന്നത് എന്താണ്? If the protein has the same effect on people, could be the miracle. സെയിം ഇഫക്റ്റ് ആണ് എങ്കിൽ ഒരു മിറാക്കിൾ ഉണ്ടാക്കാം എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ അവർ എഗ്രി ചെയ്യുന്നതായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ D, a scientific method of making obese people slim has been developed. ഒബീസ് പീപ്പിളിനെ സ്ലിം ആക്കുന്ന സയന്റിഫിക് മെത്തേഡ് ആണോ ഡെവലപ്പ് ആയത്? അവിടെ ആരെയാ സ്ലിം ആക്കിയേക്കുന്നേ? മൈസിനെയാണ് ഫസ്റ്റ് ലൈനില്. ഹ്യൂമൻ വേർഷൻ എന്ത് ചെയ്തിട്ടില്ല? ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോ അതും എലിമിനേറ്റ് ചെയ്തിട്ട് എ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ഹാസ് കോസ്ഡ് മൈസ് ടു ലൂസ് വെയിറ്റ് ഡ്രമാറ്റിക്കലി. അവിടെ ലൊക്കേറ്റ് ചെയ്യാം ഫസ്റ്റ് 2 ലൈൻസ്. ക്ലിയർ ആണോ എല്ലാവർക്കും? സെക്കൻഡ് വൺ, the reader can infer from the second paragraph that. അപ്പോ ഒരു സമ്മറി. ആൻസർ ഡെൽറ്റ. കിട്ടിയോ? ഈസി ആയിരുന്നു അല്ലേ നമുക്ക്? But when the result of the test are leaked last week, Amgen, a Californian technology company, അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്തു? ആ ടെസ്റ്റിന്റെ റിസൾട്ട് ലീക്ക് ആയി. Which own exclusive right to develop product based on the protein. അപ്പൊ ഈ ഒരു അംജൻ എന്ന് പറയുന്ന കമ്പനിക്കാണ് അതിന്റെ പ്രോഡക്ട്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത്. an overnight jump in its share price. അതായത് കമ്പനിന്ന് റിസൾട്ട് ലീക്കായി, അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഒറ്റ രാത്രി കൊണ്ട് ഒരു ഷെയർ പ്രൈസിൽ ഓവർനൈറ്റ് ജമ്പ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ എ, public is skeptical about the possibility of developing scientific slim method. പബ്ലിക് അവിടെ സ്കെപ്റ്റിക്കൽ ആയിരുന്നു എങ്കിൽ ഷെയർ പ്രൈസിൽ ജമ്പ് ഉണ്ടാക്കുമായിരുന്നോ?
ഇല്ല, അവരെന്താണ് അവര് റെഡിയാണത് ഓക്കെ വാങ്ങിക്കാനായിട്ട്. പിന്നെ ബി, the Californian company Amgen is eager to share its new found technical knowledge. അവര് ഈഗർ ആണെന്ന് പറയുന്നുണ്ട് അത് ഷെയർ ചെയ്യാനായിട്ട്. അവിടെ നിന്ന് ലീക്ക് ആയി എന്നേ പറയുന്നുള്ളൂ ഫസ്റ്റ് ലൈനിൽ അല്ലേ. പിന്നെ സി, several companies will be able to develop product based on the result of the research. ഇവിടെ ആർക്ക് മാത്രമേ എക്സ്ക്ലൂസീവ് റൈറ്റ് ഉള്ളായിരുന്നു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ? അംജൻ. അപ്പോൾ സെവറൽ കമ്പനീസിന് റൈറ്റ് ഇല്ല, സോ നമുക്ക് ആ ഒരു ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ആൻസർ വന്നിട്ട് ഡി, മെനി പീപ്പിൾ ആർ കോൺഫിഡന്റ് ദാറ്റ് എ പ്രോഡക്റ്റ് വിച്ച് ഗ്യാരണ്ടി വെയിറ്റ് ലോസ് വിൽ സെൽ വെരി വെൽ. അപ്പൊ അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഒറ്റ രാത്രി കൊണ്ട് ഷെയർ പ്രൈസ് ഇൻക്രീസ് ആയത്. ലാസ്റ്റ് ലൈനിന് ആൻസർ എടുക്കാം. ഓക്കെ ആണോ എല്ലാവർക്കും കിട്ടാത്തവർക്കൊക്കെ? Third one, Friedman and his colleagues found that a genetic defect in the gene called OB. അവരെന്താ ഫൈൻഡ് ചെയ്തത്? ഓപ്ഷൻ എ കിട്ടിയായിരുന്നു. തേർഡ് പാരഗ്രാഫില് last December, a team led by Jeffrey Friedman and his colleagues at the Howard Hughes Medical Institute at the Rockefeller University, New York, discovered a gene which they called OB. അപ്പോൾ അവരൊരു ജീൻ ഡിസ്കവർ ചെയ്തു, അതിനെ അവർ പറഞ്ഞ പേര് OB. In mice, a deficient in this gene make them grow hugely obese. അപ്പൊ മൈസില് ഈ ജീന്റെ ഡെഫിഷ്യന്റ് ആണ് എന്തുണ്ടാക്കുന്നത്, സോറി ഡെഫിഷ്യന്റ് അല്ല ഡിഫക്റ്റ് ആണ് എന്തുണ്ടാക്കുന്നത്, അവരെ ഹ്യൂജ്ലി ഒബീസ് ആക്കുന്നത്. ഹ്യൂമൻ ഹാവ് ആൻ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ജീൻ. ഹ്യൂമനും ഇതുപോലൊരു ഐഡന്റിക്കൽ ജീൻ, ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ജീൻ ഉണ്ട്. സജസ്റ്റിംഗ് ദാറ്റ് പ്രോഡക്റ്റ് ഓഫ് ദ ജീൻ, ദ ഓ പ്രോട്ടീൻ പ്ലേസ് എ പാർട്ട് ഇൻ എപ്പിറ്റൈറ്റ് കൺട്രോൾ. അപ്പൊ അവരെന്ത് സജസ്റ്റ് ചെയ്യുന്നത്, ഈ എപ്പിറ്റൈറ്റ് കൺട്രോളിന് ഈ ഓ പ്രോട്ടീൻ അതിലൊരു പാർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. The O protein is a hormone which Friedman has dubbed leptin. അപ്പോൾ ഇതൊരു ഹോർമോൺ ആണ്, ഇതിനെ അയാൾ വിളിച്ച പേരെന്താണ്, ലെപ്റ്റിൻ. ഓപ്ഷൻ ബി, കോസ് ഒബിസിറ്റി ഇൻ ഹ്യൂമൻസ് ആൻഡ് മൈസ്. ഹ്യൂമൻസിന് ഒബിസിറ്റി ഉണ്ടാക്കുന്നില്ല, ആർക്കാ ഉണ്ടാക്കുന്നത്, മൈസിലാണ്. ഇൻ മൈസ് എ ഡിഫക്റ്റ് ഇൻ ദിസ് ജീൻ മേക്ക് them grow hugely obese. മൈസിലാണ് ഒബിസിറ്റി ഉണ്ടാക്കുന്നത് അല്ലേ? C, has the same structure in mice and humans. Same structure എന്നാണോ പറഞ്ഞേക്കുന്നത്? നെക്സ്റ്റ് ലൈനിൽ എന്താ പറയുന്നേ, ഓൾമോസ്റ്റ് ഹ്യൂമൻ ഹാവ് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ജീൻ. ഏകദേശം ഓൾമോസ്റ്റ് എന്നാ പറയുന്നത് അല്ലേ, സെയിം സ്ട്രക്ചർ അല്ല. പിന്നെ എന്താ ഓപ്ഷൻ ആണ്, ഡി, അക്കോർഡിംഗ് ടു ഫ്രൈഡ്മാൻ ആൻഡ് ഹിസ് കൊളീഗ് ദ ഓ പ്രോട്ടീൻ. അല്ല, ഡി ഇല്ല, ഈ മൂന്ന് ഓപ്ഷനേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് എ, കോസസ് ഒബിസിറ്റി. ഡി ഉണ്ടോ? അതെവിടെ, ഞാൻ കണ്ടില്ലല്ലോടാ. ഓക്കെ, ഡി അങ്ങനെയാണ് ഓപ്ഷൻ കിടക്കുന്നത്. ഈസ് മെയിൻലി ഫൈൻഡ് ഇൻ ഒബീസ് മൈസ്. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഒബീസ് മൈസിൽ ഫൈൻഡ് ചെയ്തെന്ന് പറയുന്നില്ല അല്ലേ, അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ആൻസർ നമുക്ക് എന്തെടുക്കാം, ആൽഫ, കോസസ് ഒബിസിറ്റി ഇൻ മൈസ്. തേർഡ് ലൈന് പറയുന്നുണ്ട് ഈ ജീനിന്റെ ഡിഫക്റ്റ് ആണ് മൈസിന് എന്താക്കുന്നത്, ഒബീസ് ആക്കുന്നതെന്ന്. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് വൺ നോക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഫ്രൈഡ്മാൻ ആൻഡ് ഹിസ് കൊളീഗ് ദ ഓ പ്രോട്ടീൻ ബീറ്റ കിട്ടിയോ? സെയിം പാരഗ്രാഫ് ആണെന്ന് തോന്നുന്നത്, താഴത്തെ പാരഗ്രാഫ് സെയിം പാരഗ്രാഫ് അല്ലേ? ഓപ്ഷൻ എ നോക്ക്, മേ ബി ട്രാൻസ്ഫർ ഫ്രം മൈസ് ടു ഹ്യൂമൻ. ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറയുന്നില്ല, സോ എലിമിനേറ്റ് ചെയ്തു. സി, ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓബ് ഹോർമോൺ. ഓബ് ഹോർമോൺ ആണോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല അല്ലെ. ഓ, ലാസ്റ്റ് ലൈനിൽ പറയുന്നത് എന്താണ്, ഓ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈസ് എ ഹോർമോൺ. തേർഡ് പാരഗ്രാഫില് ലാസ്റ്റ് ലൈൻ, ദ ഓ പ്രോട്ടീൻ ഈസ് എ ഹോർമോൺ. അതിനെ ലെപ്റ്റിൻ വിളിച്ച ശരി, ഫ്രൈഡ്മാൻ വിളിച്ച പേര് എന്തായിരുന്നു, ലെപ്റ്റിൻ. അല്ലാതെ ഈ ഓ പ്രോട്ടീൻ എന്തുണ്ടാക്കുന്നില്ല, ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ പറയുന്നില്ല. പിന്നെ ഡി, ഇസ് മെയിൻലി ഫൗണ്ട് ഇൻ ഒബീസ് മൈസ്. ഒബീസ് മൈസിലല്ല, മൈസില് ഈ ജീനിന്റെ ഡിഫക്റ്റ് മൂലമാണ് എന്തുണ്ടാകുന്നത്, മൈസ് ഒബീസ് ആകുന്നത്.
ആൻസർ അത് എലിമിനേറ്റ് ചെയ്തിട്ട് ബി മേ ബി എ ഫാക്ടർ ഇൻ എപ്പിറ്റൈറ്റ് കൺട്രോൾ. അത് സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ടായിരുന്നു അല്ലെ ആൻസർ. Suggesting that the product of the gene, the O protein, plays a part in appetite control. കണ്ടോ എല്ലാരും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ ക്വസ്റ്റ്യനില്? ഇല്ല. ഓക്കെ. Fifth one, according to the article, the Californian company called Amgen ബീറ്റ കിട്ടിയായിരുന്നോ? Paragraph 4 പറയുന്നു, in April, Amgen, which is based in Thousand Oaks, California, paid the institute of $20 million for exclusive right to develop products based on the discovery. അപ്പോ എന്ത് ചെയ്തു? അവര് ആ ഒരു പേയ്മെന്റ് നടത്തിയ കാര്യം പറയുന്നത് ഇതിന്റെ ഡിസ്കവറിക്ക് വേണ്ടിയിട്ട്. Amgen will carry out safety test on the protein in few animals next year. അപ്പോ ഇതിന്റെ സേഫ്റ്റി ടെസ്റ്റ് ആനിമൽസിൽ നെക്സ്റ്റ് ഇയറിൽ അവർ ക്യാരി ഔട്ട് ചെയ്യും. ഹോപ്പ് ടു ബിഗിൻ ക്ലിനിക്കൽ ട്രയൽസ് ഓൺ പീപ്പിൾ വിത്തിൻ എ ഇയർ. അപ്പൊ ഒരു വർഷത്തിനുള്ളിൽ ക്ലിനിക്കൽ ട്രയൽസിൽ പീപ്പിളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അവര് ഹോപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഓപ്ഷൻ എ was paid $20 million by the Howard Hughes Institute. അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? ബൈദ അല്ല, അതായത് ഈ നമുക്ക് ഒരു അംജന്റെ കാര്യം പറയുന്ന എവിടെയായിരുന്നു? ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ടോ? ഇല്ല. ഈ ഹോവാർഡിന്റെ കാര്യം പറയുന്നില്ലല്ലോടാ. ഹോവാർഡിന്റെ കാര്യം പറയുന്നുണ്ട് മാം. അത് മുകളിലല്ലേ, തേർഡ് പാരഗ്രാഫിലല്ലേ? ഇവിടെ പറയുന്നുണ്ടോ? ഇല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്ന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. പെയ്ഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ കൂടെ. ഇൻ ഏപ്രിൽ അംജൻ വിച്ച് ഈസ് ബേസ്ഡ് ഇൻ തൗസൻഡ് ഓക്ക് കാലിഫോർണിയ പെയ്ഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് $20 million. അംജൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് $20 million പേ ചെയ്തു അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് അംജൻ പെയ്ഡ് $20 million ബൈ ദ ഹോവാർഡ് ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതവിടെ പറയുന്നുണ്ട് ഇല്ലേ? ബൈദയല്ലോ മാം, അംജൻ അവർക്ക് പേ ചെയ്തു. അംജൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പേ ചെയ്തു. അങ്ങനെയാ പറയുന്നത് പാരഗ്രാഫില്. ഇവിടെ പറയുന്നത് ഇവിടെ ഹോവാർഡ് ഇവർക്ക് പേ ചെയ്തു പറഞ്ഞേക്കോ അല്ലേ? ഓപ്ഷനിൽ പറയുന്നത് അംജന് ആര് പേ ചെയ്തു? ഇൻസ്റ്റിറ്റ്യൂട്ട് പേ ചെയ്തു എന്ന്. ഇവിടെ ടെക്സ്റ്റിൽ പറയുന്നത് അംജൻ അവർക്ക് പേ ചെയ്തു എന്ന്. അപ്പൊ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. Then C has begun to trial new products based on the OB protein. അങ്ങനെ ട്രയൽ ബിഗാൻ ചെയ്തു എന്ന് പറയുന്നില്ല അല്ലേ? അനിമൽസിന്റെ കാര്യത്തിൽ ക്യാരി ഔട്ട് ചെയ്യും എന്നേ പറയുന്നുള്ളൂ. പീപ്പിൾസിൽ നെക്സ്റ്റ് 1 year ചെയ്യുന്നേ പറയുന്നുള്ളൂ. പിന്നെ D is one of several companies trialing product based on OB protein. അങ്ങനെ several companiesന്റെ കാര്യമൊന്നും പറയുന്നില്ല. എലിമിനേറ്റ് ചെയ്തിട്ട് be intend to use humans to test new product based on the OB protein. അത് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്. എന്താണ്? hope to be begin clinical trial on people within a year. ഇങ്ങനെയാണ് ആൻസർ എടുത്തേ? Yes ma'am. Okay. Sixth one, a study by Mary Ann Polymounder and her colleagues found that Charlie കിട്ടിയോ? ഇല്ല. നോക്കാം. 7th paragraph അല്ല 5th paragraphല് The excitement began last week when the journal Science published the finding of 3 groups which have been working on the protein. The result is obese mice with a defective gene that prevent them making the protein were dramatic. Mary Ann Polymounder and her colleagues to Amgen അതായത് സെക്കൻഡ് ലൈനിൽ പറയുന്നത് ഈ ഒബീസ് മൈസിൽ ഒരു ഡിഫക്റ്റീവ് ജീൻ ഓബ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അത് എന്ത് ചെയ്യും? ആ ഒരു ഡിഫക്റ്റീവ് ജീൻ പ്രോട്ടീൻ മേക്ക് ചെയ്യുന്നത് ആ മൈസിൽ പ്രിവെന്റ് ചെയ്യും. ഇതിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഒബീസ് ഉണ്ടാവുന്നത്. അപ്പൊ മേരി ആൻഡ് പോളിമൗണ്ടർ ആൻഡ് ഹെർ കൊളീഗ്സ് അറ്റ് അംജൻ ഗിവ് ഒബീസ് മൈസ് ഷൂട്ട് ഓൺ പ്രോട്ടീൻ എവറി ഡേ ഫോർ എ മന്ത്. അപ്പൊ ഇവർ എന്ത് ചെയ്തു? ഒബീസ് മൈസിൽ പ്രോട്ടീൻ
മേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഒരു മാസത്തിലേക്ക് അവർ എവരി ഡേ എന്ത് ചെയ്തു, ഇവർക്ക് പ്രോട്ടീൻ ഇഞ്ചെക്ട് ചെയ്തു. Those on the highest dose lost an average of 22% their weight. അപ്പൊ എന്ത് ചെയ്തു, അവർക്ക് ആവറേജ് 22% അവർക്ക് വെയിറ്റ് ലോസ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അവർ ഫൗണ്ട് ചെയ്തത് എന്താണ്? ഓപ്ഷൻ എ, O protein caused subject in the study to decrease their metabolic rate. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫ് കൂടി വായിക്കേണ്ടി വരും. നോയിക്കോട്ടെ. Sixth paragraph. Before treatment, these mice overweight had a lower metabolic rate. അതായത് ട്രീറ്റ്മെന്റിന് മുന്നേ ഇവർക്ക് എന്തായിരുന്നു, ലോവർ മെറ്റാബോളിക് റേറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ട്രീറ്റ്മെന്റിന് ശേഷമല്ല അല്ലെ. പിന്നെ ഓപ്ഷൻ ബി, the O protein caused the people to lose weight about 20% of their weight. അവിടെ പീപ്പിളിനാണ് വെയിറ്റ് ലോസ് ചെയ്തത്. ഫിഫ്ത് പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്ന ആർക്കാണ്? മൈസിൽ വെയിറ്റ് ലോസ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ആവറേജ് 22%. പീപ്പിളിനല്ല. ഡി, a defective OB gene result in the production of the OB protein. OB gene എന്ത് ചെയ്യാണ്? OB protein പ്രൊഡക്റ്റ് ചെയ്യുവാണോ? ഈ OB gene എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ലൈനിൽ പറയുന്നത് ഫിഫ്ത് പാരഗ്രാഫില് OB, അതായത് ഡിഫക്റ്റീവ് ജീൻ ഒബീസ് മൈസില് പ്രോട്ടീൻ മേക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? ഓപ്ഷൻ എയിൽ ഡിഫക്റ്റീവ് ജീൻ റിസൾട്ടഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് OB പ്രോട്ടീൻ. OB പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ മൂലമാണ് ഡിഫക്റ്റീവ് ജീൻ ഉണ്ടായതെന്ന്. അങ്ങനെയല്ലല്ലോ. നമുക്ക് തുടക്കത്തിലെ പറഞ്ഞ എന്താണ്? ഈ ഡിഫക്റ്റീവ് ജീൻ ഉള്ളത് കൊണ്ടാണ് ഇവരെന്താവുന്നതെന്ന്, ഒബീസ് ആവുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോ ആൻസർ സി, ദ ഡെഫിഷ്യൻസി ഓഫ് ദ OB പ്രോട്ടീൻ ഹാഡ് കോസ്ഡ് ഒബിസിറ്റി ഇൻ സബ്ജക്ട്. ഈ OB പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി അല്ലേ അവരെന്താക്കുന്നത്, ഒബീസ് ആക്കുന്നത്. സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട് റിസൾട്ട് ഈ obese mice with a defective gene that prevent them making the protein over dramatic. കണ്ടോ അത്? നിങ്ങക്ക് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ക്വസ്റ്റ്യനില്? ഇവിടെ ഓപ്ഷൻ എ പറയുന്നത് അതായത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇവരുടെ സ്റ്റഡിന്ന് ഫൗണ്ട് ചെയ്ത് എന്താണ്. ഓപ്ഷൻ എയില് the O protein caused the subject in the study to decrease their metabolic rate. സ്റ്റഡി ചെയ്തപ്പോഴാണോ മെറ്റബോളിക് റേറ്റ് ഡിക്രീസ് ആയത്? സിക്സ്ത് പാർട്ടിൽ പറയുന്നത് ട്രീറ്റ്മെന്റിന് മുന്നേ അവർക്ക് എന്തായിരുന്നു, ലോവർ മെറ്റാബോളിക് റേറ്റ് ആയിരുന്നു എന്ന് അല്ലേ. പിന്നെ ബി, the O protein caused people to lose weight about 20%. ഹ്യൂമൻസിന്റെ വെയിറ്റ് ലോസിനെ പറ്റിയാണോ പറയുന്നത്? മൈസിന്റെ അല്ലേ. ഡി, എ ഡിഫക്റ്റീവ് ജീൻ റിസൾട്ടഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് OB പ്രോട്ടീൻ. അതായത് ഈ OB പ്രോട്ടീൻ ഉണ്ടാകുന്നത് ഡിഫക്റ്റീവ് ജീൻ മൂലമാണെന്ന്. അങ്ങനെയാണോ പറയുന്നത്? നമുക്ക് ഒബീസ് മൈസിൽ ഈ ഡിഫക്റ്റീവ് ജീൻ എന്തുണ്ടാക്കും എന്ന് പറയുന്നുണ്ട്, പ്രോട്ടീൻ മേക്ക് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ടാണ് അവർ എന്താവുന്നത്, ഒബീസ് ആവുന്നത്. മനസ്സിലായോ? അപ്പൊ അല്ലാതെ എന്താ പറ, ആൻസർ എങ്ങനെയാണ്? the deficiency of O protein caused by obesity in the product. അതായത് ഈ O പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി മൂലം അല്ലേ അവർക്ക് ഒബീസ് ആവുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നില്ലായിരുന്നോ? നോക്ക് ഫസ്റ്റ് പാരഗ്രാഫില് ആഫ്റ്റർ എ 4-week കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ദ പ്രോട്ടീൻ കോൾഡ് OB ഫാറ്റ് സിംപ്ലി ഫോളോ. അപ്പോ ഈ പ്രോട്ടീൻ ഇഞ്ചെക്ട് ചെയ്തപ്പോഴാണ് അവർക്ക്, നമുക്ക് ആദ്യം പറയുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ ഞാൻ വായിച്ച പാരഗ്രാഫിൽ പറയുന്നുണ്ടായിരുന്നു പ്രോട്ടീൻ ഇഞ്ചെക്ട് ചെയ്തപ്പോഴാണ് അവർക്ക് എന്തായത്, വെയിറ്റ് ലോസ് ഉണ്ടായത് ഇല്ലേ. അപ്പൊ ഈ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി മൂലം അല്ലേ ഇവർ ഒബീസ് ആവുന്നത്. ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് ഇവിടെ O പ്രോട്ടീൻ ഇഞ്ചെക്ഷൻ ചെയ്തപ്പോഴത്തേക്ക് ഫാറ്റ് കുറഞ്ഞു എന്ന്. അതുപോലെ പോളി മൗണ്ടർ ആൻഡ് കൊളീഗ്സ് ഫൗണ്ട് ചെയ്തില്ലേ ഫിഫ്ത് പാരഗ്രാഫില്. അവര് ഒബീസ് മൈസിൽ എന്തായെന്ന് പറയുന്നത്, ഫിഫ്ത് അല്ല 4th പാരഗ്രാഫില് അവർ ട്രീറ്റ്മെന്റ് നടത്തി 1 month പെർ ഡേ എന്ത് ചെയ്തു, ഇഞ്ചെക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് അവർക്ക് OB പ്രോട്ടീൻ. ഏത് ലൈനാ? സെക്കൻഡ് ലൈൻ പറയണ്ടത് the result in obese mice with a defective gene that prevent them making a protein
വേർ ഡ്രമാറ്റിക്. ആ ഡിഫക്റ്റീവ് ജീൻ ഉള്ളപ്പോ അവർക്ക് വെയിറ്റ് കൂടിക്കൊണ്ടിരുന്നു, ഒബേസ് ആയിക്കൊണ്ടിരുന്നു. അപ്പോ അവര് ഈ പ്രോട്ടീൻ ഇഞ്ചെക്ട് ചെയ്തു 22 days അല്ല എവറി മന്ത് ഫോർ എ മന്ത്. അപ്പോ അവരുടെ വെയിറ്റ് 22% കുറഞ്ഞു, ഡിഫക്റ്റ് ഉള്ള ജീൻ ഇഞ്ചെക്ട് ചെയ്തപ്പോ. അപ്പോ ആ ഡിഫക്റ്റ് മാറിയപ്പോ വെയിറ്റ് ലോസ് ആയി. മനസ്സിലായോ ഇപ്പോ? ഹലോ, Yes, ma'am. ആ ഡെഫിഷ്യൻസി ഇൻ ദ OB പ്രോട്ടീൻ കോസ്ഡ് ഒബേസിറ്റി ഇൻ സബ്ജക്ട്. ആ ഡെഫിഷ്യൻസി ആയിരുന്നു അവർക്ക് ഒബേസ് ആവാനുള്ള കാരണം. ആ പ്രോട്ടീൻ ഇഞ്ചെക്ട് ചെയ്തപ്പോ അവരുടെ വെയിറ്റ് കുറഞ്ഞു. അതാണ് അവർ ഫൗണ്ട് ചെയ്തത്. കാര്യം ആ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് അവർ എന്തായെന്ന് പറയുന്നത്, ഒബീസ് ആയിന്ന്. Yes. നെക്സ്റ്റ് വൺ നോക്ക്. 7th question. According to Friedman and Polymountain studies, treatment with OB protein. Answer B. കിട്ടിയായിരുന്നോ? Yes, ma'am. അത് നമുക്ക് സെയിം പാരഗ്രാഫ് എടുക്കാം അല്ലേ? 7th and 8th paragraph. 7th പാരഗ്രാഫോ നോക്കട്ടെടാ. Yes, ma'am. 7th paragraph. More significantly, in terms of potential for human slimming drugs, the treatment also worked for normal mice, which lost what little spare fat they had. They lost 3 and 5% of body weight, almost all of it in the form of fat, according to Polymountain. It is important because no one has identified a mutation in humans OB gene that might lead to obesity. അപ്പോൾ ഈ ഒബിസിറ്റി ഉണ്ടാക്കുന്ന OB gene OB gene humansly mutate at the cause of obesity. The O protein might still help people lose weight. അപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ഒബിസിറ്റിയുടെ കോസ് എന്തായാലും ഈ O protein എന്ത് ചെയ്യുന്നു, അവരെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു.